മനാഫ് അവരുടെ വൈകാരികതയെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്തി എന്നതാണ് അർജുന്റെ കുടുംബം ആരോപിച്ചത്. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ അടക്കമുള്ളവരാണ്. എന്തോ പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും. കല്ലെറിഞ്ഞു കൊന്നാൾ എൻ്റെ. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലാണ് ലോറി ഉടമ, അതായത് ലോറിയുടെ യഥാർത്ഥ RC ഓണർ എന്നത് മനാഫിൻ്റെ സഹോദരൻ മുബീനാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ കാര്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിലേക്കോ ഷിരൂരിലൊക്കെ മുഴുവൻ സമയം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് അങ്ങനെ വരാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ മനാഫ് കുടുംബത്തിൻ്റെ വൈകാരികത മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് തൻ്റെ ഒരു നേട്ടത്തിന് വേണ്ടി എന്ന വണ്ണം അവസാന നാളുകളിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. അല്ല, ഇപ്പം ഈ വിഷയങ്ങളൊക്കെ അർജുനന് എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേനും. എന്നാൽ പിന്നെ സുഖമായിനു പോരേനല്ലോ. എടുത്തു എന്തേ ഇവർ നേരം വയ്യത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുള്ളൂ. ആ അമ്മ എൻ്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോൾ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് എൻ്റെ ഫാമിലിയാണ്. ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന വ്യക്തി മനാഫെ ആണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കാൻ എന്താരോ 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പൊ കാണുന്നുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ ചാനൽ തുടങ്ങി അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി. ആകെ എന്താ പറയുക, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. ഈ 10,000 സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ലൈവ് ഇടും. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം.